നെക്സ്റ്റ് ഒരു 7 days. The dopamine detox. ഈ ഒരു ചലഞ്ചിന്റെ ട്രെൻഡൊക്കെ ഔട്ടായി എന്നുള്ള കാര്യം എനിക്ക് അറിയാം. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി, സോറി. கொஞ்சம் லேட் ஆனால் கூட கரெக்டாக வரணும். എൻ്റെ പ്രീവിയസ് വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് പേര് പറഞ്ഞിരുന്നു ഈ ഒരു ചലഞ്ച് ചെയ്യണമെന്ന്. കാരണം ഞാൻ ആ ഒരു വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിരുന്നു ഇങ്ങനൊരു ചലഞ്ച് ഉള്ള കാര്യം. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു ഒരു ഡോപ്പമിൻ ഡിറ്റോക്സ് ചലഞ്ച് ഒന്ന് ചെയ്യണമെന്ന്. സോ നമ്മുടെ വ്യൂവേഴ്സിൻ്റെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്താൻ ഞാൻ തീരെ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം സൂചിപ്പിക്കട്ടെ. എടാ ബെല്ലൈക്കൺ അമർത്തലും സബ്സ്ക്രൈബും നല്ല മോനെ, അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞ് അതൊക്കെ ഓരോരുത്തരുടെ പ്രൈവറ്റ് ചോയ്സ് ആണ്. അതിന് നമ്മൾ എന്തിനാണ് ചോദ്യം ചെയ്യുന്നത് ബ്രോ? പിന്നെ ഈ ഒരു വീഡിയോനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്താണ് ഡോപ്പമിൻ, എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നത്, ഇതിൻ്റെ ബെനിഫിറ്റ്, അതായത് ഈ ഒരു ചലഞ്ച് എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്, പിന്നെ ചീപ്പ് ഡോപ്പമിനെ ആശ്രയിക്കുന്നത് വഴി നിങ്ങൾക്ക് കിട്ടുന്ന ഡിസഡ്വാൻറ്റേജസ്, അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് നാച്ചുറലായിട്ട് ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യാം, ഇതൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല. കാരണം there are lot of YouTubers saying like this. Okay, let's go to the video, man. Hello guys. Hi guys, it's me, your Charles from the channel Charles Techie. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് വെയിൽ കൊള്ളാൻ വേണ്ടി നമ്മൾ പുറത്ത് വന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ രാവിലെ എണീച്ച മുതൽ ഫോണിൽ ഇൻസ്റ്റാ തോണ്ടി, വാട്സപ്പ് എടുത്ത്, ടെലിഗ്രാം എടുത്ത്, YT സ്റ്റുഡിയോയിൽ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും നോക്കി അങ്ങനെ ടൈം കളയുന്ന ഞാനാണ്. ആദ്യത്തെ ഫസ്റ്റ് അവർ നമ്മളങ്ങനെ ഫോണില്ലാണ്ട് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതിനോ ഇറ്റ്സ് നോട്ട് എ ബിഗ് അച്ചീവ്മെൻറ്റ്. അവിടെ 10 മണിക്കൂറെല്ലാം ഫോണിൽ നോക്കുന്ന ഞാൻ ഫോണില്ലാണ്ടെന്നാ ചെയ്യണ്ടേ? ഈ ഡോപ്പമൈൻ കിട്ടാൻ ഫോണ് മാത്രമല്ലല്ലോ വഴി, വേറെയും വഴികളുണ്ടല്ലോ, നമുക്കത് നോക്കാം. സകലകല അഭ്യാസം സിറയിലല്ല ആനന്ദം നടക്കപ്പോരാൻ ഭൂകമ്പം കാർണിവൽ മെഗാ ഷോ തീത്തുപ്പും ഫയർ ഷോ ഇടിവെടിപ്പുക റോഡ് ഷോ ഹൗസ്ഫുൾ നൈറ്റ് ഷോ ചകലിന്റെ സ്മഗലിന്റെ മൊത്ത ജനം കൈയടിച്ചാൽ റിംഗ് മാസ്റ്റർ സ്മൈലിംഗ്. വെയിറ്റ് ഇത്ര സമയം നടന്ന കാര്യങ്ങൾ ഞാനൊന്ന് ചുരുക്കി പറയാം. നീ ഒന്നും പണയണ്ട. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ഈ ഒരു വീഡിയോ പുറത്തുനിന്ന് റെക്കോർഡ് ചെയ്തതിന് ശേഷം ഞാൻ നേരെ എൻ്റെ റൂമിലേക്ക് പോയി. എന്നിട്ട് ബുക്ക് വായിക്കാം എന്ന ലക്ഷ്യത്തോടു കൂടി എൻ്റെ ഷെൽഫ് ഓപ്പൺ ചെയ്തെങ്കിലും അവിടെ വായിക്കാൻ പറ്റിയ ഒരു ബുക്ക് ഞാൻ കണ്ടില്ല. സോ എൻ്റെ +1 മലയാളം ടെക്സ്റ്റ് ബുക്ക് വായിക്കാമെന്ന് വിചാരിച്ചു. പഠിക്കുന്ന സമയത്ത് എന്തായാലും വായിച്ചില്ല, ഇപ്പോഴെങ്കിലും നടക്കട്ടെ. അങ്ങനെ ബുക്ക് കുറച്ച് സമയം വായിച്ചപ്പോൾ തന്നെ ഞാൻ ഉറങ്ങിപ്പോയി. അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീച്ച് ബെഡിലിരുന്ന് ഞാനൊരു കാര്യം മനസ്സിലാക്കി, ഇങ്ങനെ ഉറങ്ങി തീർക്കാനുള്ളതല്ല എൻ്റെ ജീവിതം. അങ്ങനെ ഞാൻ സോഫമ്മ പോയിട്ട് പിന്നെയും കടന്നു. നല്ല ബോറടി എന്നൊക്കെ പറഞ്ഞാൽ ബോറടീൻ്റെ എക്സ്ട്രീം ലെവലിലാണ് ഞാനുള്ളത്. എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ല. സോ ഞാൻ ഡിസൈഡ് ചെയ്ത് ഒരു ഷട്ടിൽ ബാറ്റ് വാങ്ങിയാലോ. വീട്ടിൽ ബ്രദറും സിസ്റ്ററൊക്കെ ഉണ്ട്, ഒപ്പന ഇരുന്ന് കളിച്ചുകൂടാണ്. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് നീ ഒരു നല്ല കാര്യം ചെയ്തടാ. അങ്ങനെ ഷട്ടിൽ ബാറ്റ് വാങ്ങാൻ വേണ്ടി ഞാൻ ഓൺലൈനിലൊക്കെ നോക്കി. ഓൺലൈനിൽ ഓർഡർ ചെയ്താൽ അത് കിട്ടുമ്പോൾ എൻ്റെ ചലഞ്ച് ചെയ്യും. അതുകൊണ്ട് തന്നെ ടൗണിൽ പോയിട്ട് സാധനം വാങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ച്. ടൗണിൽ പോയിട്ട് സാധനം വാങ്ങുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഈ സാധനം വാങ്ങുന്നതൊക്കെ ക്യാമറയിൽ വീരെടുക്കണ്ടേ, അതിന് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണെന്നല്ലേ, സോഷ്യൽ ആങ്സൈറ്റി. ഞാൻ ഈ ഷട്ടിൽ ബാറ്റ് വാങ്ങാൻ വേണ്ടി ഷോപ്പിൽ കയറുന്നതും ഷട്ടിൽ ബാറ്റ് വാങ്ങുന്നതൊക്കെ നിങ്ങൾ കാണണമെങ്കിൽ ഞാൻ വീഡിയോ എടുക്കണം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ ടൗൺ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ആൾക്കാരുണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷേ ഇത്രയും ആളെ മുമ്പിൽ വെച്ചിട്ട് ഈ ഫോണിൽ ക്യാമറയും ഷൂട്ട് ചെയ്ത് അങ്ങനെ മുമ്പ് പോകാൻ എനിക്കെന്തോ പോലെയാണ് സത്യം പറഞ്ഞാൽ. നിങ്ങളുടെ കാര്യം എനിക്ക് അറിയില്ല, അതിന് വേറെ തന്നെ ഒരു തൊലിക്കെട്ട് വേണം. എന്തായാലും നനഞ്ഞില്ലേ, ഇനി അങ്ങ് കുളിച്ച് കയറാമെന്ന് വിചാരിച്ച് അതുകൊണ്ട് തന്നെ ധൈര്യം സംഭരിച്ച് ഞാൻ വീരെടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ അത്യാവശ്യം ആളൊന്നും തിരക്കൊന്നും ഇല്ലാത്ത കുറച്ച് സ്പോട്ടൊക്കെ കണ്ടു വെച്ചിട്ടുണ്ട്. സോ അപ്പം നമ്മൾ ഷട്ടിൽ ബാറ്റ് വാങ്ങാൻ വേണ്ടി പോക്കാണ്. ഞാൻ ജസ്റ്റ് ബസ്സിലാണ് പോകുന്നത്, അപ്പോൾ വണ്ടി റോഡിന് നോക്കും കേട്ടോ. അങ്ങനെ ഷട്ടിൽ ബാറ്റൊക്കെ വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എൻ്റെ ഒരു കസിന് ഇവിടെ ടൗണിലൊരു ഷോപ്പിൽ ടെമ്പററി ആയിട്ട് പണിക്ക് നിൽക്കുന്നുണ്ട്. സോ അവനെ ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ ഷോപ്പിൽ കയറി. ഹലോ എന്താണ് ഫുൾ ടൈം നല്ല പണിയാണ് അവിടെ. പിന്നില്ല ഒരു ഇത് വേണം, റോബിക്സ് ക്യൂബ് വേണ്ട, സമയമില്ല. വൃത്തിയായിട്ടോ ഉമ്മ വെച്ച് കളിക്കുന്ന
70 സാധനം എനിക്കിതാ. സാധനം എനിക്ക് സമീറിന്റെ വീഡിയോ നോക്കാം. എന്തൊക്കെയാണ് നടക്കുന്നേ? ശരിയാ പോട്ടെ. ഈ ജീവിതം എന്ന് പറയുന്ന സാധനം നമ്മളെ കൊണ്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ഏകദേശം ശരിയാണല്ലേ? ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചാ ഞാൻ വീട്ടിൽ പോയി അമ്മയോട് ചോദിച്ചിട്ട് പറയാം. സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു ട്വിസ്റ്റായിപ്പോയി. ഞാൻ സാധനമൊക്കെ വാങ്ങി ഷട്ടിൽ ബാറ്റൊക്കെ കൊണ്ടുവന്ന് അതിന് ശേഷം വീട്ടിലേക്ക് സാധനം വേണമെന്നിട്ട് പിന്നെ ഷോപ്പിലേക്ക് പോയിരുന്നു. ഷോപ്പിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ചെറുതായിട്ട് ഒരു കുറ്റി ഉണ്ടായിരുന്നു. കുറ്റിമ കയറി കാർ മറിഞ്ഞ് കൈ ചെറുതായിട്ട് മുറിഞ്ഞിട്ട് 4 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. നിന്റെ വീടിന്റെ സൈഡിലുള്ള നീ നോക്കുകയാണെങ്കിൽ എന്ത് മുട്ടയോ ഈ നാരങ്ങയിൽ എന്തെങ്കിലും മുളകൊക്കെ വെച്ച് ചെയ്ത് അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ നോക്ക്. ഇപ്പോഴത്തെ കാലം ശരിയല്ല. ശരി, അതൊക്കെ വിടാം. ഇനി 6 ദിവസം ബാക്കിയുണ്ട് ഡോപ്പമിൻ ഡിറ്റോക്സ്. ഒരു ചലഞ്ച് നമ്മളെടുത്താൽ അത് ഫുൾഫിൽ ചെയ്യണ്ടോ? അത് മര്യാദയല്ലേ? ഇപ്പോൾ ഏകദേശം ടൈം 12 മണി ആവാനായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ സ്ക്രീൻ ടൈം 1.5 മണിക്കൂർ സംതിങ് ആണെന്ന് തോന്നുന്നു. സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 1.5 മണിക്കൂർ സംതിങ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത് മോനെ ക്യാമറ ഒന്നുമില്ല നമുക്ക് വീഡിയോ എടുക്കാൻ, ഫോണിൽ തന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ. സോ ഗൈസ്, നമ്മുടെ ഡോപ്പമിൻ ചലഞ്ചിൻ്റെ 3ാമത്തെ ദിവസമാണിന്ന്. നാളെ വിഷുവാണ്, അതിൻ്റെ കഴപ്പാണ്. അപ്പോൾ ഡോപ്പമിൻ ഡിറ്റോക്സിൻ്റെ 2ാമത്തെ വീഡിയോ ആയിരിക്കും ഡോപ്പമിൻ ഡിറ്റോക്സിൻ്റെ 2ാമത്തെ വീഡിയോ എവിടെയായിരിക്കും എന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം. സത്യം പറഞ്ഞാൽ ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റിയില്ല. നല്ല പെയിൻ ഉണ്ടായിരുന്നല്ലോ, കഴിച്ച് കെട്ടാനൊക്കെ പോയി. പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു ഡോപ്പമിൻ ഡിറ്റോക്സ് ചലഞ്ച് ഞാൻ ഫെയിലായിട്ടുണ്ട്. കാര്യമായിട്ട് പറയണം. എടാ എന്തിനാടാ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെ. എൻ്റെ പ്രീവിയസ് വീഡിയോ കണ്ടവർക്ക് അറിയാം, വാട്ട് ഇഫ് എൻ ഓപ്പൺ ഡിസൈഡ് ടു സ്റ്റഡി എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ആ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ ഫ്ലോപ്പായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു യൂണിവേഴ്സ് എന്നോട് എന്തോ പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതായത് മോനെ അക്ബറെ, ഈ ചാനൽ എന്ന് പറയുന്ന കാര്യം എനിക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല, അങ്ങനെ സംതിങ്. മുന്നോട്ട് വെച്ച പോലെ അക്ബർ പിന്നോട്ട് വെക്കണമെങ്കിൽ അക്ബറിൻ്റെ ഉപ്പ ഗൾഫിൽ നിന്ന് വരണം. ബീജം വിട് ജാതി ഡയലോഗ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന് വീഡിയോ ഇത്രയേ ഉള്ളൂ. ഗുഡ് ബൈ.